മാഡം എത്ര സ്മാർട്ടായിട്ടാണ് കമ്പനി കാര്യങ്ങൾ നോക്കിയത്. ഒരിക്കലും മാഡത്തിന് ജോലിഭാരം അനുഭവപ്പെട്ടിട്ടേയില്ല. എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. ഇപ്പോ എന്തു പറ്റിയെന്ന് മനസ്സിലാകുന്നേയില്ല. പാർവതി അങ്ങനെയാ. അവൾക്ക് എന്തെങ്കിലും വിഷമം തോന്നിയാലും അവളത് പുറത്ത് പ്രകടിപ്പിക്കില്ല. ഇതിപ്പോ അമ്മ പറഞ്ഞതുപോലെ തീരെ സഹികെട്ടപ്പോഴായിരിക്കും പാർവതി ഈ ഒരു തീരുമാനമെടുത്തത്. ആയിക്കോട്ടെ എന്ന് കരുതി ഇതെല്ലാം വിട്ടിട്ട് പോണോ? ഗോപി സാർ പറഞ്ഞതുപോലെ കുറച്ച് ദിവസത്തേക്ക് അവധിയെടുത്ത് ഈ വീട്ടിൽ തന്നെ സാറിനും മാഡത്തിനും വിശ്രമിച്ചാൽ പോരെ? സാർ ഒന്നുകൂടെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്ക. സാറ് പറഞ്ഞ മാഡം തീരുമാനം മാറ്റാതിരിക്കില്ല. വേണ്ട ഹരീഷ്, പാർവതിയുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് ജീവിക്കുക. അല്ലാതെ എൻ്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് പാർവതിയെ ചിട്ടപ്പെടുത്തുകയല്ല വേണ്ടത്. എന്തായാലും എല്ലാം ഉപേക്ഷിച്ചു. ഇനിയും അതേക്കുറിച്ചൊരു ചിന്തയില്ല. പാർവതിക്ക് എവിടെയാണോ സ്വസ്ഥമെന്ന് തോന്നുന്നത് അവിടെ ജീവിക്കുക. പോകാം വിശാൽ സർ. ഇറങ്ങാം പാർവതി. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടേച്ചാ. വിശാൽ മോനെ, നീ എവിടേക്കാടാ പോണേ? സമയദോഷമാണടാ, അതുകൊണ്ടാ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. അത് നീ തിരിച്ചറിയണോടാ. ദോഷകാലത്ത് പല പരീക്ഷണങ്ങളും ഉണ്ടാവും. അത് മനസ്സിലാക്കി പതറാതെ പിടിച്ചു നിൽക്കുകയാണ് വേണ്ടത്. അല്ലാതെ ആ ഒഴുക്കിനനുസരിച്ച് നീന്താൻ ശ്രമിക്കരുത്. ദോഷകാലം ജീവിതാധ്യാനത്തിന്റെ കാലം കൂടിയാച്ച. ഞാൻ അങ്ങനെയാ മനസ്സിലാക്കിയിരിക്കുന്നത്. ജീവിതത്തിൽ നിന്നും ഇന്നുവരെ ഞാനും പാർവതിയും അറിഞ്ഞതിനേക്കാൾ കൂടുതൽ പാഠങ്ങൾ ഇനിയും ഞങ്ങൾക്ക് പഠിക്കാനുണ്ടാവും. അതിനുവേണ്ടിയാവും ഇങ്ങനൊരു പരീക്ഷണം. പാർവതി, നിനക്ക് എന്തു പറ്റി പാർവതി? ആകാശം ഒഴിഞ്ഞ് താഴെ വന്നാലും രണ്ട് കൈ ഉയർത്തി താങ്ങി നിർത്താൻ പറ്റുമെന്ന് പറയുന്ന തരത്ത് ആത്മധൈര്യം ഉള്ളവളല്ലേ നീ? ജീവിതത്തിൽ പലതരത്തിലുള്ള വിഷമഘട്ടങ്ങൾ ഉണ്ടാകുമെന്നും അതിനെയൊക്കെ ചിരിച്ചുകൊണ്ട് നേരിടണമെന്നും എന്നെ പഠിപ്പിച്ചവളല്ലേ നീ? നീ എവിടെയാ തളർന്നു പോയേ? ഞാൻ തളർന്നിട്ടൊന്നുമില്ല ഗാർഗി. മരണം വരെ ഞാൻ ഒന്നിനു മുന്നിലും തളരില്ല. ഇത് പുതിയ ജീവിത വിജയത്തിലേക്കുള്ള യാത്രയാണ്. നീയും അത് മനസ്സിലാക്കിയാൽ മതി.
പാർവതി, നീ പോയ പിന്നെ എനിക്കിവിടെ ആരോ ഒരു കൂട്ടിന്. എനിക്ക് വലിയ ആശ്വാസമായിരുന്നു നീ. ഗാർഗി, നീ സങ്കടപ്പെടാതിരിക്ക. ഒരു വെളിപ്പാടകലെ ഞാനുണ്ടാവും. നീ ധൈര്യമായിട്ടിരിക്ക. നിനക്ക് എന്താവശ്യം ഉണ്ടായാലും ഞാൻ ഓടിയെത്തും. ഞാൻ ഇറങ്ങിട്ടെ മോളെ. വിപിൻ, വേണ്ട, എന്നോടൊന്നും പറയണ്ട. വിപിൻ, നിങ്ങൾ രണ്ടുപേരും കൂടി തീരുമാനിച്ചിറങ്ങുമ്പോ ഞാനെന്ത് പറയാനാ? ഞങ്ങളെല്ലാം വിട്ട് പിരിഞ്ഞ് ജീവിക്കുമ്പോഴാണ് നിങ്ങൾക്ക് സ്വസ്ഥത കിട്ടുന്നെങ്കിൽ നിങ്ങൾക്ക് സ്വസ്ഥത കിട്ടിക്കോട്ടെ. വയ്ക്കോ, രണ്ടുപേരും വയ്ക്കോ. പോയി സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിച്ചോ. എനിക്കൊന്നേ പറയാനുള്ളൂ, ജീവിതത്തിൽ ഒരിക്കലും തോറ്റുപോകരുത്. എവിടെയായിരുന്നാലും എന്നെ അറിയിക്കണം. അമ്മേ, മോനെ, മോനെ, അമ്മ എന്തിനാ സങ്കടപ്പെടുന്നത്? ഞാനും പാർവതിയും ഇവിടെ നിന്ന് മാറിയെന്ന് കരുതി എല്ലാം ഇവിടെ അവസാനിക്കുന്നില്ലല്ലോ. മോനെ, എന്നാലും നീ എന്റെ വിഷമം കാണുന്നില്ലല്ലോ. എങ്കിൽ നീ എന്നെ വിട്ടുവിടുന്ന് പോവില്ലായിരുന്നല്ലോ. എനിക്ക് അമ്മയെ വിട്ടു പോകാനുള്ള ആഗ്രഹം ഉണ്ടായിട്ടല്ല. അമ്മയ്ക്കറിയാലോ എന്നെ എത്ര ആപത്തുകളിൽ നിന്ന് പാർവതി രക്ഷിച്ചിരിക്കുന്നത്. ആ പാർവതിക്ക് ഇവിടെ നിന്ന് മാറി കുറച്ച് ദിവസം സമാധാനത്തോടെ ജീവിക്കണമെന്ന് പറയുമ്പോൾ ഞാൻ കൂടെ ഉണ്ടാവണം. അതെന്റെ കടമയാണ്. ഇപ്പൊ ഞാനും പാർവതിയും ഒന്നമ്മേ. അവളുടെ സന്തോഷം എൻ്റെ സന്തോഷം. അമ്മ അത് മനസ്സിലാക്കണം. അമ്മയുടെ വിശാൽ ഇവിടെ തന്നെ ഉണ്ട്. അമ്മ മനസ്സിൽ വിചാരിച്ചാൽ മതി, ആ നേരത്ത് ഞാൻ അമ്മയുടെ മുന്നിലുണ്ടാവും. ദേ, ഇപ്പൊ എന്നെ സന്തോഷത്തോടെ യാത്രയാക്കണം. ആന്റി, എനിക്കൊന്നും അറിയില്ല മോനെ. എന്തെന്നെ പറയണ്ടേ? എവിടെയായാലും സന്തോഷത്തോടെയും സമാധാനത്തോടെയും ഇരിക്കണം. നീ ഇവിടുന്ന് പോകുന്നു ഓർക്കുമ്പോ ഉള്ളു പെടയോ. ആന്റി കരയാതിരിക്കാൻ. ഈ വിഷമമൊക്കെ താൽക്കാലികോ.
കുറച്ച് കഴിയുമ്പോൾ എല്ലാവരും ഇതുമായിട്ടൊക്കെ പൊരുത്തപ്പെട്ടോളും. അയ്യോ, എന്റെ പൊന്നുമോനെ, എന്റെ പൊന്നുമോനെ എന്നെ വിട്ടിട്ട് പോയേ. ഞാൻ എന്റെ മോനെ കണ്ണിലെ കൃഷ്ണമണി പോലെയല്ലേ വളർത്തിയത്. എന്റെ 2 മക്കൾക്കും കൊടുത്ത സ്നേഹം കൊടുത്തല്ലേ ഞാൻ അവനെ വളർത്തിയത്. എന്നിട്ടും അവൻ എന്നെ വിട്ടിട്ട് പോയില്ലേ. ഭാര്യയുടെ വാക്ക് കേട്ടിട്ട് അവൻ എന്നെ വേണ്ടാന്ന് വെച്ചില്ലേ. അമ്മേ, എന്നാലും എന്റെ മോനെ വിശാലേ, ഈ അമ്മ എത്രമാത്രം നിന്നെ സ്നേഹിച്ചാടാ വളർത്തിയ. എന്നിട്ട് നീ അതൊക്കെ മറന്ന് അവളുടെ പിന്നാലെ പോയില്ലേ. അയ്യോ, അമ്മേ, അമ്മയ്ക്ക് എന്താ പറ്റിയേ? അമ്മ ഇത് എന്ത് കരച്ചിലായി കരയുന്നേ? അമ്മയുടെ കരച്ചിൽ കേട്ടാത്തൊന്നും വിശാല് വടിയായത്. അല്ല, അവരിവിടെ നിന്ന് ഇറങ്ങി പോയതല്ലേ ഉള്ളൂ. എടാ, എനിക്കിത് സഹിക്കുന്നില്ലടാ. അവൻ എന്നെ വിട്ടിട്ട് പോയത് എനിക്ക് സഹിക്കുന്നില്ല. അമ്മേ, സ്വത്തെല്ലാം കൂടി കൈ വന്ന് ചേർന്നപ്പോ അമ്മയ്ക്ക് എന്താ ഭ്രാന്ത് പിടിച്ചോ? വിശാലിനെയും പാർവതിയെയും കൊല്ലാൻ വേണ്ടി പലവട്ടം ശ്രമിച്ച ആളാ ഇപ്പൊ വിശാല് പോയപ്പോ പൊട്ടിക്കരയുന്നത്. അമ്മേ, വിശാൽ ഈ വീട്ടിൽ നിന്ന് പോയത് അമ്മയ്ക്ക് അത്രയ്ക്ക് ഫീൽ ചെയ്തോ?
അയ്യോ അമ്മേ കണ്ടില്ലേ, മൂഷിക സ്ത്രീ വീണ്ടും മൂഷിക സ്ത്രീ ആയി. പ്രഭാവതി അടിയറവ് പറയിപ്പിക്കാൻ വന്നിട്ട് എന്നിട്ട് ഇപ്പൊ എന്തായി? എന്തായടാ? എന്തായെന്ന്? അടിയറവ് പറയിപ്പിക്കാൻ വന്നവള് അടി തെറ്റി ഇവിടുന്ന് അങ്ങ് ഇറങ്ങിപ്പോയി. കയ്യില് കാൽ കാശില്ലാതെ, അന്നത്തിന് വകയില്ലാതെ പിച്ചക്കാരിയായി തെരുവിലേക്ക് ഇറങ്ങിപ്പോയില്ലേ? വായില് സ്വർണക്കരണ്ടിയുമായിട്ട് ജനിച്ച് സകല സൗഭാഗ്യങ്ങൾക്കും നടുവില് ഉണ്ടുറങ്ങിക്കഴിഞ്ഞവൻ വെറും ദരിദ്രവാസിയായി. അതാണ് പ്രഭാവതി. എന്നെ പരാജയപ്പെടുത്താൻ ശ്രമിക്കുന്നവരാരായാലും അവരെ ഏത് വൃത്തികെട്ട മാർഗത്തിലൂടെയും പരാജയപ്പെടുത്തിയിരിക്കും. ഇനി ഇവിടെ എന്റെ ഭരണമാണ്, ഈ പ്രഭാവതിയുടെ ഭരണം. ഇന്നു മുതൽ ഈ കുടുംബത്തിലെ മഹാറാണി ഞാനാണ്. ഇവിടുത്തെ കോടാനുകോടി സ്വത്തുക്കൾ, ഗായത്രി ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് എല്ലാം എന്റെ കൈവെള്ളയ്ക്കുള്ളിലാണ്. ഇനി ഇവിടെ എന്ത് വേണമെന്ന് ഞാൻ തീരുമാനിക്കും, ഞാൻ നടപ്പിലാക്കും. അയ്യോ, ഞാൻ എന്തായി കണ്ടത്? എനിക്കങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. പാർവതി ഇങ്ങനെ ഇവിടുന്ന് എന്നേക്കുമായി ഇറങ്ങി പോകുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. ഈശ്വരാ, പ്രഭാവതി അമ്മ പറഞ്ഞത് സത്യമാണല്ലോ. എന്റെ മഹാഭാഗ്യമാണോ ഇത്? അതിന്റെ തുടക്കമാണോ ഞാൻ ഈ കണ്ടത്? ഒരു കാര്യം ഉറപ്പാ, പാർവതി ഇറങ്ങിപ്പോയത് കൊണ്ട് ഇനി അങ്ങോട്ട് എന്റെ സമയം നല്ലത് തന്നെയായിരിക്കും. അതിൽ യാതൊരു സംശയവും ഇല്ല. ഇനി എന്റെ കാര്യങ്ങളിൽ ഇടങ്കോലിടാൻ അവള് വരില്ലല്ലോ. എനിക്കിനി എന്റെ ഇഷ്ടം പോലെ ഇവിടെ ജീവിക്കാം. എന്നെ നിയന്ത്രിക്കാൻ ഇനി ആരും ഇല്ലല്ലോ ഇവിടെ. എന്തായാലും പ്രഭാവതി അമ്മ ആള് പുലി തന്നെ. പറഞ്ഞ വാക്ക് പൊന്നായല്ലോ. ചേച്ചി ഒന്നും വേണ്ടെന്ന് പറഞ്ഞു പോയ സ്ഥിതിക്ക് ഇനി സ്വത്തുക്കൾ ആർക്കുള്ളതാ? എന്റെ കുഞ്ഞിന്. എത്രയും വേഗം ഒരു കുഞ്ഞിനെ പ്രസവിക്കണം. ആ കുഞ്ഞിനുള്ള സ്വത്ത് അപ്പൊ എനിക്കായിരിക്കും. പിന്നെ പല്ലവി കോടാന് കോടീശ്വരിയല്ലേ. പല്ലവി, കൊള്ളാം പല്ലവി, നിന്റെ മനസ്സിലിരിപ്പ് നന്നായിട്ടുണ്ട്. സ്വന്തം ചേച്ചി എല്ലാം ഉപേക്ഷിച്ച് ഇറങ്ങിപ്പോയപ്പോ നീ സന്തോഷിക്കുക ചെയ്യുന്നത്. നിന്നെ പൊന്നുപോലെ സ്നേഹിച്ചവളല്ലേടി പാർവതി. അവക്ക് നിന്നെ ജീവനായിരുന്നില്ലേ? നിനക്ക് വേണ്ടി അവൾ എന്തെല്ലാം ത്യാഗങ്ങൾ ചെയ്തിട്ടുണ്ട്, എന്തെല്ലാം കഷ്ടപ്പാടുകൾ അനുഭവിച്ചിരിക്കുന്നു. നിന്റെ നന്മയും ഉയർച്ചയെ മാത്രമല്ലേ അവൾ ചിന്തിച്ചിട്ടുള്ളൂ. കൈ വെള്ളയിൽ വെച്ച് അവൾ നിന്നെ കരുതലോടെ പോറ്റിയിട്ടും നീ അതൊക്കെ മറന്നു. ഒരു തരുമ്പെങ്കിലും സ്നേഹം നിനക്ക് അവളോടുണ്ടോ? ഇല്ല. നീ നന്ദി കേട്ടവളാ, വെറും നന്ദി കേട്ടവള്. നിന്നെ ഉള്ളു തുറന്ന് സ്നേഹിച്ചതാ പാർവതിക്ക് പറ്റിയ തെറ്റ്. അവള് പോയതോർത്ത് നീ വേദനിക്കുന്നോന്നായിരിക്കും
പാർവതി ഇപ്പോഴും കരുതുന്ന കഷ്ടം, മഹാകഷ്ടം. നിന്നെപ്പോലെ മനുഷ്യത്വം മനസ്സുമില്ലാത്ത ഒരു ജന്മത്തിനോടൊപ്പം വേണമല്ലോ ഞാൻ ശേഷകാലം ജീവിക്കേണ്ടത്. ഉഫ്. അവൾ ഇവിടുന്ന് ഇറങ്ങിപ്പോയിട്ടും അവളെ കുറിച്ചുള്ള പാണം പാട്ട് നിർത്താറായില്ലേ? അവൾ എനിക്ക് വേണ്ടി എന്ത് മലമറിച്ചെന്നാ സാർ പറയുന്നേ? അവൾ എനിക്ക് വേണ്ടി ഒരു ത്യാഗവും ചെയ്തിട്ടില്ല. അവൾ എന്നെ എങ്ങനെയാ നോക്കിയതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അവൾ ഈ വീട്ടിലുണ്ടായിരുന്നപ്പോ എനിക്ക് ചെവി തന്നെ കേൾക്കാൻ പറ്റില്ലായിരുന്നു. ഇപ്പോഴും എന്നെ കുറ്റം പറയാനല്ലേ അവൾക്ക് നേരമുള്ളൂ. കേട്ട് കേട്ട് ഞാൻ മടുത്തു. അതുകൊണ്ട് അവള് പോയത് തന്നെയാ നല്ലത്. അതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഇനിയും ഞാൻ സന്തോഷിക്കും. പല്ലവി, എനിക്കൊന്നും കേൾക്കണ്ട. എനിക്കൊന്നും കേൾക്കണ്ടെന്ന്. എനിക്ക് ഒരു ഉപദേശവും കേൾക്കണ്ട.